എന്തെങ്കിലും പറഞ്ഞായിരുന്നു? കിടപ്പായി അല്ല കുഞ്ഞേ, തെക്കേ വീട്ടിലല്ലേ കൊച്ചുള്ളത്? അവനെ കാണിക്കാനുള്ള കേട്ടോ. ആശുപത്രിയിലെ പേപ്പറാ. സ്ഥലമുണ്ട് അവിടെ. വീടല്ല, അവനെ കൊണ്ടത് മൊത്തം എടുപ്പിക്കുന്നതിന് പെറ്റി അടിച്ചിട്ട് എടുപ്പിക്കുള്ളൂ. സാറിനെ വിളിച്ചിട്ട് പറയാം, പഞ്ചായത്ത് ആരോട് HCCയോട് പറയാം പെറ്റി അടിക്കൊണ്ട്. പെറ്റി നല്ലൊരു തുക പെറ്റി അടിച്ചിട്ട് വരാം. സന്ധ്യ ഇപ്പോൾ വാട്സപ്പ് തരും. ഒരുത്തനെ കൊന്നുകൊണ്ട് കളഞ്ഞ കേട്ടോ. നിങ്ങളുടെ സാധനം കിടക്കുന്നത് നിങ്ങളുടെ സാധനമാണോ? വീഡിയോ ഫോട്ടോ എല്ലാം എടുത്ത് ആരാ കൊണ്ട് കളഞ്ഞു? പെറ്റി അടിക്കണം കേട്ടോ. അയാളുടെ അഡ്രസ് ഉണ്ട്, വീഡിയോ എടുത്തില്ല. പഞ്ചായത്ത് പെറ്റി വരുന്നത് എത്രയാന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും പെറ്റി അവരടിക്കും. എന്തിനാ ഈ പേപ്പറൊക്കെ കട്ട് പ്ലാസ്റ്റിക് മറ്റേ അവര് ഒന്നും പറയാൻ പറ്റത്തില്ല. 4 വായിക്കും 3 എടുത്തു, 1 കൊണ്ട് കിടക്കുന്നു. അതുതന്നെ നാട്ടുകാരിലാണ് ഇതിന് വെള്ളം വരുന്നത് മൊത്തം. ഞങ്ങളിത് 3ാമത്തെ തവണ ഇവിടെ വരുന്നത്. അപ്പൊ ഇത് എടുക്കാൻ പറ്റാത്തോണ്ട് കമ്പിയൊക്കെ വളച്ചോണ്ട് വന്നു സാധനം. പഞ്ചായത്ത് ഈ ജോലിയും ചെയ്യണമല്ലോ. ഇന്നലെ തൊട്ട് ഇവിടെ പ്രശ്നമാണ്. പഞ്ചായത്തിൽ പോയപ്പോ അവര് എത്ര പെറ്റി അടിച്ചിട്ട് വരുന്ന അറിയത്തില്ല. വിളിച്ചു കണ്ട നിങ്ങളെ കൊണ്ട് പേപ്പറെ കത്തിച്ചാൽ ഇത് അവര് ഹരിതകർമ്മസേനക്ക് വന്നെടുക്കുമല്ലോ. പ്ലാസ്റ്റിക് നിങ്ങൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തും കൂടെ? പരിസരം വൃത്തികേടാക്കൽ നമ്മൾ അതങ്ങ് എടുക്കടാ. കമ്പി വെച്ച് അതിനെ പിടിച്ചിട്ടേ കറക്റ്റായിട്ട് എടുക്കാം. അതിനെ മേലെ എടുക്കാൻ പറ്റും. കവറ് വിട്ടല്ലേ? കവറ് വിട്ട് അതിനകത്ത് ഒരേ കവർ കണ്ടതുകൊണ്ടാണ് നമ്മള് കാറ്ററിംഗുകാരുടെ ആയിരിക്കും പറഞ്ഞത്. മുസ്ലിങ്ങളുടെ വീട്ടിലെ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് അന്നേരം ഇത് പിന്നെ അറബിയുടെ അവിടെ നിന്ന് കണ്ട് വന്ന് എന്നൊക്കെ പല സംശയം വന്നത്. മുസ്ലിങ്ങളുടെ നല്ലത് ഗൾഫിൽ നിന്ന് വന്ന ആരെങ്കിലും ഗാർബേജ് ബാഗ് കൊണ്ടുവന്നാണ്. പക്ഷെ ഇത് നമ്മുടെ ഇനി തുറക്കണ്ടല്ലോ. തുറക്കണ്ട പാടയാടാ. അതെങ്ങനെയല്ലേ കൊണ്ടുപോയിട്ട് അത് കത്തിച്ച് കളാം. ഉണങ്ങാൻ എത്തിക്കാൻ പറ്റും. പാടയായിരിക്കും. കുഴിച്ചിട, അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്. ഇതിനെ കൊണ്ട് കളയുമ്പോ തെളിവില്ല കൊണ്ട് കളയണ്ടേ. അതുകൊണ്ടല്ലേ കണ്ടുപിടിച്ച പെട്ടെന്ന്. സത്യം പറഞ്ഞ പോലീസുകാരൊക്കെ പോയി എവിടെങ്കിലും ചതിച്ച് കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാ മനസ്സിലായി. നമ്മൾ ഈ മഴയ്ക്ക് ഈ തോട് മൊത്തം വൃത്തിയാക്കി വെച്ചിട്ട് ഈ പെണ്ണുങ്ങൾ എന്ത് പാടുപെട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ വലിച്ചു വാരി. ഇത് മാത്രമല്ല, നേരത്തെ ഒരുപാട് ഇങ്ങനെ കാണുന്നത് ആരും നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ കത്തിച്ചളണ്ടേ? ഇത്രയൊക്കെ ആക്കാൻ വേണ്ടി. പിന്നെ ഈ മനുഷ്യന് ഇത് പൊട്ടിപ്പോയത് എന്ത് വേസ്റ്റ് ആണെന്ന് പോലും നമുക്കറിയത്തില്ല. ഫുഡ് വേസ്റ്റ് ആയി എന്തെങ്കിലും സംഭവിച്ചു പോകാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ല, തൊഴിലുറപ്പുകാരെ കൊണ്ട് ഇത്രയും ക്ലീൻ ചെയ്തപ്പോഴേന്നറിയോ ഞങ്ങളെ വെട്ടി നഷ്ടപ്പെട്ടതായി. അവിടെ കിടപ്പുണ്ട്. അത് പൊക്കിയായിരുന്നു. ഞങ്ങൾ 3 പൊക്കിയായിരുന്നു. പേരൊക്കെ കിട്ടിയിട്ടല്ലേ ഇത്രയും ഉപയോഗിക്കും.
കഴിക്കാതെ ഇവിടെ കിടന്നുള്ള രോഗാണുക്കളൊക്കെ അതിനകത്തായി കാണും. അതിനകത്ത് പുഴു വരിക കേട്ടോ, അതിനകത്ത് പുഴുണ്ട്. വലിയ വലിയ ചാക്കിട്ടുന്നത് നമുക്കൊരു സാക്ഷി വേണം. ശ്രാവണം ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും മതി. ഹെൽത്തിൽ നിന്നത് ആണോ ചെയ്യാതെ എന്ത് കഷ്ടപ്പെട്ട ഞാൻ എന്ത് കാണാറില്ല. അല്ല ഞങ്ങൾ രാവിലെ മുതൽ എങ്ങനെ എടുക്കുന്നു ഞങ്ങൾ രണ്ടാമത് കമ്പിയൊക്കെ എടുത്ത് വാങ്ങിച്ചു. കൊണ്ടിട്ട് അന്നേരം പോലെ ഞങ്ങള് മെമ്പർ രാവിലെ തൊട്ട് ഇവിടെ അയക്കും കേട്ടോ. ഓ കേട്ടോ, 11 മണി വരെ അയക്കുമോ? ഞങ്ങൾ വന്ന് എത്ര അറിയോ? നമ്മുടെ വാർഡിലല്ലേ സംഭവിക്കുന്നു. ഇത് കൊലപാതകം എന്ത് കഷ്ടപ്പെട്ട ഇത്രയും വൃത്തിയായിട്ടാണ് ഇതുകൊണ്ടെങ്കിൽ എന്ത് വിശാലമായിട്ടാണ് ഒരു സാക്ഷി, 2 സാക്ഷി ഒന്നും പൊങ്ങിയിട്ടില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്. ചേട്ടൻ അഡ്രസ് പറഞ്ഞു. അത് അഡ്രസ് കൃഷ്ണകുമാർ ചങ്കാടിത്തറയിൽ. ചങ്കായിത്തറയിൽ ചങ്കാടിത്തറയിൽ ഗോവിന്ദമുട്ടം. ഫോൺ നമ്പർ ഇടുന്നു. നമ്പർ എന്ന് പറഞ്ഞു പറഞ്ഞു മൊബൈല്